ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പണ്ട് വളരെ ആക്റ്റീവായിരിക്കും. എന്നാൽ കുറച്ചു കാലമായിട്ട് അവർ വളരെ സൈലൻ്റ് ആയിരിക്കും. എന്തായിരിക്കും അവരുടെ സൈലൻസിന് പിന്നിൽ? ഒരു കാലത്ത് ഇവരിങ്ങനെയൊന്നും ആയിരുന്നില്ല. ആരുടെയും പ്രശ്നത്തിൽ, ബുദ്ധിമുട്ടുകളിൽ അവരിടപെടുമായിരുന്നു. സ്വന്തം പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളായിട്ട് അവർ കരുതിയിട്ടുണ്ടായിരുന്നു. മുന്നും പിന്നും നോക്കാതെ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പല കാര്യങ്ങളിലും അവർ ഇടപെടുന്നില്ല. നിങ്ങൾ വേണേൽ സംസാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞതിനെ മാറ്റിവെക്കുന്നു. അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ ചിലപ്പോൾ അവർ ഇടപെടാൻ പോയ ചില പ്രശ്നങ്ങളിൽ അവർ തന്നെ കുടുങ്ങിയിട്ടുണ്ടാവാം. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോഴെങ്കിലും അവർക്ക് ആവശ്യം വന്നപ്പോൾ അവർ തനിച്ചായിട്ടുണ്ടാവും. ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനും തമ്മിൽ ഒരു ലിമിറ്റുണ്ട്. അവർക്കൊരു പക്ഷേ ഇപ്പം തോന്നുന്നുണ്ടാവും ഞാൻ പഴയ പോലെ അല്ല എന്നൊക്കെ. ഒരു പക്ഷേ അവരവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്തൊരു മെത്തേഡായിരിക്കാം ഈ ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം. ഇതിനാണെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ബൗണ്ടറി വെക്കുകയാണെങ്കിൽ അവർക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം, എന്നാൽ സഹായിക്കുകയും ചെയ്യാം. ആരുടെ പ്രശ്നം വേണമെങ്കിലും കേൾക്കാം, അവർക്ക് സപ്പോർട്ട് കൊടുക്കാം, അവരെ സഹായിക്കാം. പക്ഷേ അതൊന്ന് സ്വന്തം ലൈഫായിട്ട് എടുത്തിട്ട് അമിതമായിട്ട് അതിന് ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ സ്വയം ശ്രമിക്കുക. അവരുടെ പ്രശ്നം മനസ്സിലാക്കാം എമ്പത്തറ്റിക്കലി. ഞങ്ങൾ സൈക്കോളജിസ്റ്റുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരാളുടെ പ്രശ്നത്തിന് സഹായിക്കാൻ നമുക്ക് കൈനീട്ടാം, പക്ഷേ അവരുടെ കൂടെ മുങ്ങിപ്പോവേണ്ട യാതൊരു ആവശ്യവുമില്ല. പല പ്രശ്നങ്ങളും പ്രശ്നം അനുഭവിക്കുന്നവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിക്കാൻ. അപ്പോൾ ഇൻവോൾവ്മെൻറ്റ് കുറയും, പകരം മറ്റേ വ്യക്തി പ്രശ്നം പരിഹരിക്കാൻ സ്വയം പര്യാപ്തമാവുകയും ചെയ്യും. ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റൂ. കാരണം അവർ സ്ഥിരമായിട്ട് ഓവർ കൈൻഡായി ശീലിച്ചവരായിരിക്കാം. ഇങ്ങനെ സാഹചര്യം കൊണ്ട് സൈലൻ്റായ ചിലരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാവും. അവരോട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും.